ഫ്രണ്ട്സ്, വെൽക്കം ടു ക്ലാര റെസിപ്പീസ്. അപ്പം ഇന്ന് ഇവിടെ ചെയ്ത് കാണിക്കുന്നത് നമ്മളുടെ ബീഫിൻ്റെ ടിക്ക മസാലയാണ്. അപ്പം അതിനായിട്ട് ഇവിടെ 703 കിലോളം ബീഫ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളവും ഒരു 10-15 വെളുത്തുള്ളിയും കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൽ ബീഫിൻ്റെ പീസൊക്കെ എടുത്ത് മാറ്റിയിട്ട് അതിൻ്റെ വെള്ളം വേറെ പീസ് വേറെ ആയിട്ട് എടുത്ത് മാറ്റി വെക്കാം. ഒരു 10-20 മിനിറ്റ് ഒന്ന് വേവിച്ച് ക്യൂബ് പോലെ കട്ട് ചെയ്തിട്ട് ഇപ്പം ഇവിടെ നമ്മുടെ വെള്ളം സെപ്പറേറ്റ് ആയിട്ടും കഷ്ണങ്ങൾ വേറെ ആയിട്ടും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നമ്മുടെ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തൈരും നമ്മുടെ ക്രീം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് മസാലപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ 1.5 ടീസ്പൂണോളം നമ്മുടെ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മളുടെ 1 ടീസ്പൂണോളം കാശ്മീരി ചില്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഗരം മസാല ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂണും മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ജീരകം നമ്മളുടെ പൊടിച്ചത് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് 2 ടീസ്പൂണോളം നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടീസ്പൂണോളം എണ്ണയും ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1 ടീസ്പൂണോളം എണ്ണ ചേർത്ത് കൊടുക്കുക. അത് നമ്മുടെ കുക്കിംഗ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പൊടികളെല്ലാം കൂടി നമുക്കൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ആ പൊടിയൊക്കെ ഒന്ന് മിക്സ് ആവുന്നതുവരെ ഇളക്കി കൊടുക്കാം. നമ്മൾ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് ഇളക്കി നമ്മുടെ ബീഫിൻ്റെ പുറത്തൊക്കെ നന്നായിട്ട് കോട്ടിങ് ആവുന്ന വരെ, നന്നായിട്ടൊന്ന് പിടിക്കണ വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് ആദ്യം ബീഫിലേക്ക് വരുന്ന പോലെ നമ്മുടെ ഇറച്ചി കഷ്ണത്തിലോട്ടൊക്കെ നന്നായിട്ട് പിടിക്കണ രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതൊരു 1 മണിക്കൂർ എന്നാലും മാക്സിമം നമ്മൾ എത്ര നേരം വെക്കാമോ അത്രയും നല്ലതാണ്. അപ്പം നമുക്കതൊന്ന് മാറ്റി വെക്കാം. ഇപ്പം നമ്മളുടെ ഇവിടെ കടായി വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മുടെ ഇറച്ചി കഷ്ണമൊക്കെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ വരുന്നത് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം കേട്ടോ. ഒരു സൈഡ് ഇപ്പം മുരിഞ്ഞു വരുന്നുണ്ട്. അപ്പം നമുക്ക് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ആ എണ്ണയിലേക്ക് ഇനി ബാക്കിയുള്ള ബീഫ് കഷ്ണങ്ങൾ ഇതേപോലെ നമുക്ക് ഇറച്ചി കഷ്ണമൊക്കെ അതേപോലെ തന്നെ മുരിച്ചെടുക്കാം.
ബാക്കിയുള്ള ഇത് മിക്സ് നമ്മൾക്ക് ഗ്രേവി ഉണ്ടാക്കുന്ന ടൈമിന് ആവശ്യം വരും. അപ്പം അത് ഒരു സൈഡിലേക്ക് നമുക്കത് മാറ്റി വെക്കാം. ഇനി ആ എണ്ണയിലേക്ക് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നതുകൊണ്ട് ഇനി നമുക്ക് 2 മീഡിയം സൈസ് സവോള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പം അത് ഒന്ന് ബ്രൗൺ കളറിനാവുന്നത് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഫ്രൈ ആയി വരുന്നുണ്ട്. ഇനി നമുക്ക് അത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ട് അതിലേക്ക് 1 മീഡിയം സൈസ് നമ്മളുടെ തക്കാളി ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ചോപ്പ് ചെയ്തെടുത്തത് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതും നമ്മളുടെ എന്താ പറയുക തക്കാളി, പിന്നെ അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4 പച്ചമുളക് കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമുക്കത് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി അതൊന്ന് കുക്കാവുന്നത് നമ്മുടെ തക്കാളി എല്ലാം ഒന്ന് ഉടഞ്ഞു വന്ന വരെ നമുക്കതൊന്ന് മൂടിയിട്ട് വെക്കട്ടെ. ഒരു 3-4 മിനിറ്റ് മൂടിയിട്ട് വെച്ചേക്കാം. ഇപ്പം അവിടെ നന്നായിട്ട് അത് വെന്ത് വന്നിട്ടുണ്ട്. ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ നമ്മളുടെ, ബാക്കി അത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ബീഫ് കോട്ട് ചെയ്യാൻ വേണ്ടി എടുത്ത ബാക്കിയുള്ള ഗ്രേവി ആ മിക്സ് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ചുറ്റിച്ചെടുക്കാം കേട്ടോ. ഇപ്പം ഇനി ഇത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ സവോളയും പച്ചമുളകും തക്കാളിയും എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളുടെ ഇറച്ചി വേവിച്ച വെള്ളം ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൂടിയിട്ടിട്ട് അതൊന്ന് 5 മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. അത് ചാറെല്ലാം ഒന്ന് അത്യാവശ്യം ഒന്ന് കുറുകുന്ന വരെ നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇവിടെ ചാറെല്ലാം നന്നായിട്ട് കുറച്ച് അത്യാവശ്യം ഒന്ന് ഗ്രേവി കുറുകി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന നമ്മളുടെ ഇറച്ചി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി എന്നിട്ട് നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് ഇനി ഒരു 8 മിനിറ്റോളം 7 മുതൽ 8 മിനിറ്റ് നമുക്കതൊന്ന് മൂടിയിട്ടിട്ട് നേരിയ തീയിൽ വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ. ഇവിടെ നമ്മുടെ ബീഫിൻ്റെ ഇതെല്ലാം കുറുകി ബീഫും അത്യാവശ്യം ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊക്കെ മുകളിലേക്ക് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ ചെറുതായിട്ട് നീളത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി നമ്മൾ ചേർത്തിട്ടുണ്ടായില്ലല്ലോ, അപ്പം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. വേവിക്കുന്ന ടൈമിന് വെറും വെളുത്തുള്ളിയും ഉപ്പും കൂടി ചേർത്തിട്ടാണ് കേട്ടോ വേവിച്ചത്. പിന്നെ ഒരു 8-10 മിനിറ്റ് ഒന്നുകൂടി നമുക്ക് ആ ഇഞ്ചിയെല്ലാം ഒന്ന് ഫ്ലേവർ ഇറങ്ങുന്നവരൊന്ന് മൂടിയിട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ബീഫ് ടിക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് അതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു എന്താ പറയുക, നമ്മുടെ ആ കരി ഉണ്ടല്ലോ അതൊന്ന് നന്നായിട്ട് തീയിൽ കാണിച്ച് ഇത് ചെയ്തിട്ട് അത് ഇറക്കി വെക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്ത് ഒരു 10 മിനിറ്റ് നമുക്കതൊന്ന് വെയിറ്റ് ചെയ്തിട്ട് എടുത്ത് മാറ്റാം. നമുക്ക് നല്ലൊരു സ്മോക്കി ഫ്ലേവർ കിട്ടും. നമ്മുടെ ഹോട്ടലിലേക്ക് കിട്ടുന്ന ഒരു ഇത് കിട്ടും. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മളുടെ ബീഫ് ടിക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ബെല്ലൈക്കൺ അമർത്തണം, ഷെയർ ചെയ്യണം. അപ്പോൾ താങ്ക് യു.